നമുക്ക് അവകാശപ്പെട്ട് വാങ്ങിയെടുക്കാൻ കഴിയണമെന്ന് നമ്മൾ LDF യോഗത്തിൽ നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അതാ നമ്മുടെ നയം. അതിനോട് CPIക്കും എതിർപ്പും പ്രതിഷേധമൊന്നും ഇല്ലല്ലോ. അപ്പോ ഈ പണം വാങ്ങിയെടുക്കുക എന്ന പൊതു തീരുമാനത്തിൽ, നയത്തിൽ നിന്നുകൊണ്ട് വകുപ്പുകൾക്ക്, അതായത് വിദ്യാഭ്യാസ വകുപ്പിന് സ്വതന്ത്രമായ നിലപാടെടുക്കാം. അതാണ് TP രാമകൃഷ്ണൻ നിർദ്ദേശിക്കുന്ന ഒരു പരിപാടി. പക്ഷെ ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ CPI അങ്ങനെ വെറും പോങ്ങന്മാരൊന്നും അല്ലല്ലോ. ഈ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി CPM ശ്രീ ആയിട്ടോ അല്ലെങ്കിൽ CM ശ്രീ ആയിട്ടോ അങ്ങനെ നടപ്പാക്കാമെന്നൊരു ആഗ്രഹം കൂടെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മനസ്സിലുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ PM ശ്രീ പദ്ധതിയിൽ ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥകളിൽ സംസ്ഥാന സർക്കാരിന് എതിർപ്പുള്ളത് ഉപേക്ഷിക്കുക, ബാക്കി വ്യവസ്ഥകൾ മാത്രം നടപ്പാക്കുക. അതാണ് അവരുടെ മനസ്സിലെ ഇപ്പോഴത്തെ പൂതി. പക്ഷെ അത് നടപ്പാകാൻ പോകുന്നില്ല. കാരണം ഈ PM ശ്രീ പദ്ധതിയുടെ ഒരു കരട് ധാരണാപത്രമുണ്ട്. അതാണ് സംസ്ഥാന സർക്കാർ സമ്മതിക്കുകയാണെങ്കിൽ പിന്നീട് ഒപ്പിടേണ്ടത്. അതിനകത്ത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ വ്യവസ്ഥകളും അനുസരിച്ചാൽ മാത്രമേ ഈ 1466 കോടി രൂപ കിട്ടത്തുള്ളൂ.